ಹಾಯ್ ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ഞാൻ കുറേ കന്നഡ ചാനലിൽ അടിಗೆ ಎಲ್ಲ ಹಾಕಿയിട്ട് ഞാൻ കാസർഗോഡുകാർ ഞങ്ങൾ. അപ്പോൾ അതൊന്നും ആരും നോക്കുന്നില്ല. ഒരു 5 വ്യൂസ് 6 വ്യൂസ് 10 വ്യൂസ് 50 വ്യൂസ് ജാസ്തി പോയെങ്കിൽ. അപ്പോൾ ഇന്ന് മലയാളക്കാർക്ക് വേണ്ടിയിട്ട് ഇടാൻ എന്നിട്ട് ഞാൻ എന്താക്കി മലയാളത്തിൽ മുണ്ടെന്നാണ്ട് ഇന്ന് ഞങ്ങൾ സജ്ജികാക്കിനി. നിങ്ങൾ ഉപ്പുമാവെന്ന് പറയുന്നതായിരിക്കുമല്ലേ, ഞങ്ങൾ സജ്ജികാക്കിനി. അങ്ങനെ ഇപ്പം ഞാനില്ല ഒരു ഗ്ലാസ് സജ്ജിക എടുത്തിട്ടുണ്ട്. അതിനെ ഇപ്പോൾ നല്ല പാങ്ങല ബറുക്കണം. ഞങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബറുക്കണം. ബറുത്തിട്ടെല്ലാം ആയ പിന്നെ അതിനെ ഒരു സൈഡിൽ ഞങ്ങൾ മാറ്റിയിട്ട് വെക്കണം. എങ്ങനെ ബറുക്കണം, അല്ലെങ്കിൽ നല്ല ചൂടാണ് അതുപോലെ ബറുക്കണം. അതിനെ ബറുത്തിട്ട് പിന്നെ ഇതിനെല്ലാം സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞങ്ങളൊരു ഉള്ളി 4 പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കടലപ്പരിപ്പ് ഊന്പരിപ്പ് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. ഇത് നമുക്ക് ഈ സജ്ജികാക്കാൻ. ഇപ്പം നമ്മളൊരു ഇതിൻ്റെ ചട്ടി എടുത്തിട്ട് അതിന് എണ്ണ ഒഴിക്കണം. ഒരു 1.5 സ്പൂണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് ഞങ്ങൾ റെഡിയാക്കിയ കടലപ്പരിപ്പ് ഊന്ന് എല്ലാം ഇട്ടിട്ട് അതിന് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ടായ പിന്നെ അതിന് ഉണക്കമുളക് ഇടണം. പിന്നെ നമ്മളെ കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ലാസ്റ്റിൽ ഉള്ളി പിന്നെ പച്ചമുളക് കൂടെ ഇട്ടിട്ട് അതിനെ ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കി പിന്നെ 1 ഗ്ലാസ്സല്ലേ ഞങ്ങൾ സജ്ജിക എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് സജ്ജികക്ക് 3 ഗ്ലാസ് വെള്ളം പോരണം. എന്തറിയുക, ഇല്ലെങ്കിൽ അത് കട്ടിയാണ്, കഴിയല്ല. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം പോരിയിട്ട് അതിനെ നല്ല തിളപ്പിക്കണം. ഉപ്പിടണം. ഉപ്പിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഉപ്പ് പഞ്ചസാര കുറച്ച് 1/2 സ്പൂണ് പഞ്ചസാര കൂടെ ഇടാം. ഇട്ട് നല്ല തിളക്കുമ്പോൾ കുറച്ച് ഞങ്ങൾ വറുത്ത ഈ സജ്ജിക ഉണ്ടല്ലേ, നിങ്ങൾ എന്ത് റവ എന്ന് പറയുന്നല്ലേ, ഈ റവനെ കുറച്ച് ഇടണം. അപ്പോൾ ഞങ്ങൾ സജ്ജിക ഇങ്ങനെ അതിൽ വെന്തുകൊണ്ടിരിക്കും. ഇത് ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് ആക്കണം. അത്രയാകുമ്പോൾ ഞങ്ങൾ കുറച്ച് തേങ്ങ ചരിച്ചിട്ട് സൈഡിൽ വെക്കണം. ഇപ്പോൾ ഇത് കുറച്ച് ഇടുമ്പോൾ നമ്മൾ അത് ഒന്നിനൊന്ന് പറ്റുന്നില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. ഇപ്പോൾ ലാസ്റ്റിൽ ഞങ്ങൾ ഇനി തേങ്ങ ഇട്ടിട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കലക്കണം. അത് ഒന്നിനൊന്ന് കൊള്ളാതെ പോലെ കലക്കണം. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ഞങ്ങളെ ഈ സജ്ജിക ഇല്ലെങ്കിൽ ഉപ്പുമാവ് റെഡിയാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഇങ്ങനെ ആക്കിയിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ചാനലിന് നിങ്ങൾ ലൈക്ക് കൊടുക്കണോ, കമൻറ്റ് കൊടുക്കണോ, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ആക്കണോ. എന്തറിയുക, എനിക്ക് വ്യൂസേ തരുന്നില്ല നമ്മളടുത്ത ആൾക്കാർ. എൻ്റെ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കും അന്നേരം എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല. അത് ഭയങ്കര ഒരു ബേജാറിൻ്റെ സംഗതി എനിക്ക്. ഇപ്പം ഞങ്ങൾ സജ്ജിക നോക്കും. ലാസ്റ്റ് തേങ്ങ ഇട്ട് ഞങ്ങൾ സജ്ജിക നോക്കും. റെഡിയായി. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. ഇത് നല്ല ഒരു നമ്മൾ ടേസ്റ്റിയായ ഒരു കാലത്തത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നിങ്ങളെല്ലാവരും തിന്നിട്ട് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ആക്കണം. പിന്നെ നല്ല കാസർഗോഡ് ഭാഗത്തെ അടിക എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ടാറ്റ, ബൈ, സി യു, ടേക്ക് കെയർ. ചുടു ചായയും ചുടു സജ്ജിക നല്ല ഉണ്ടല്ലേ.